സാർ നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് പറയുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് സാർ പറയുന്നത്? സാർ എന്ന് മാത്രമല്ല സാർ, സഭയിലെ ഒരു മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും എന്തുകൊണ്ട് ചെയ്തോട്ടെ? മന്ത്രിമാർ ഇങ്ങോട്ട് വരട്ടാൻ വേണ്ടി വരണ്ട, ഭരണപക്ഷത്തെ വരട്ടാൻ വേണ്ടി വരണ്ട. ഞങ്ങളെല്ലാം ഓടുപത്തിറങ്ങിയവരല്ല, ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു വന്നവരാണ്. അത് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്നു വേണ്ട. റോജി വിരട്ടണ്ട, അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. അങ്ങോട്ട് നോക്കി അല്ല, അങ്ങോട്ട് നോക്കി പറ. അങ്ങോട്ട് നോക്കി പറ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു. ഉത്തരം. യെസ്, ആൻസർ. അങ്ങേ വെല്ലുവിളിക്കുന്നു, മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നു, അസഭ്യങ്ങൾ പറയുന്നു. അങ്ങോട്ട് നോക്കി പറയാൻ പറഞ്ഞു സാർ. സ്വർണ്ണക്കള്ള ആര് സാർ? സ്വർണ്ണക്കള്ളൻ ആര് സാർ? സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ആരാണ് സാർ? സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് സ്വർണ്ണക്കള്ളന്മാരാണല്ലോ. സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് സ്വർണ്ണക്കള്ളന്മാരാണല്ലോ. ബ്രേസ്ലെറ്റ് വാങ്ങിയത് ആര് സാർ? സ്വർണ്ണ കേസ്, സ്വർണ്ണക്കള്ള സാർ. മിനിസ്റ്റർ പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ശബ്ദം മാറിട്ട് ആൻസർ പറഞ്ഞോ. അത് പറയാം സാർ. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ. സാർ പറയാം സാർ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ, ഒന്ന് നിശബ്ദമായിക്കോട്ടെ. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ. യെസ് മിനിസ്റ്റർ, പ്ലീസ്. മിനിസ്റ്റർ സീതി ഹാജിയെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്. ഗർഭചിത്രം നടത്തിയ വീരന്മാർ. സാറിന്റെ ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്കോ? പറഞ്ഞോ. പറട്ടെ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽപ്പെട്ട ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നായി ലയിപ്പിച്ച് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു മാതൃകാ സ്കൂളാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ലഭിച്ചിരുന്നു. രണ്ട് സ്കൂളിലെയും PTA, SMC എന്നിവരും അധ്യാപക സംഘടനകളും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാർ, പ്രസ്തുത വിഷയത്തിൽ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ രണ്ട് വിദ്യാലയങ്ങളും ലയിപ്പിക്കുകയാണെങ്കിൽ SPC ജൂനിയർ റെഡ് ക്രോസ്, ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് എന്നിവ സംയോജിപ്പിച്ച് ശക്തമായ പാഠ്യേതര പ്ലാറ്റ്ഫോം സാധ്യമാകുമെന്നും ഇന്നൊവേഷൻ ലാബ്, ഫിറ്റ്നസ് സെന്റർ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവ ലഭ്യമാക്കുമെന്നും സംയോജിത ലൈബ്രറികളുടെയും ലാബുകളുടെയും മെച്ചപ്പെട്ട ഡിജിറ്റൽ പഠന അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സാർ, ലയന സാധ്യമാകുമ്പോഴുണ്ടാകുന്ന ജീവനക്കാരുടെ പുനരധിവിന്യാസവും അടിസ്ഥാന വികസന സൗകര്യ വികസനവും താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുന്നത് ബഹുമാനപ്പെട്ട അംഗങ്ങളെ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ സ്കൂളുകളുടെ ലയനം മൂലം ഒരു സ്കൂൾ നഷ്ടമാകുന്നു വന്ന സ്ഥിതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു സ്കൂളും ലാഭനഷ്ടങ്ങളുടെ കാര്യം പറഞ്ഞ് അടച്ചുപൂട്ടരുതെന്നാണ് സർക്കാരിൻ്റെ നയം. സാർ, എന്നിരുന്നാലും ഒരു പ്രദേശത്തെ കുട്ടികൾക്ക് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പഠന കായിക അന്തരീക്ഷം ഈ സ്കൂളുകളുടെ ലയന മുഖേന ലഭിക്കുന്നുവെന്നുള്ള റിപ്പോർട്ട് പരിഗണിച്ചും നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെയും ജനപ്രതിനിധികളുടെയും പ്രത്യേകിച്ച് സ്ഥല MLAയുടെയും ആവശ്യം പരിഗണിച്ചും
ബന്ധപ്പെട്ട എല്ലാവരുമായും വിശദമായ ചർച്ച നടത്തി ഉടനടി തന്നെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നതുമാണ്. സാർ, പ്രതിപക്ഷം നിശബ്ദമായി വളരെ നന്ദി അവർക്ക് രേഖപ്പെടുത്തുകയാണ് സാർ. താങ്ക് യു. ശ്രീമതി CK ആശ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ആശ. സാർ, വൈക്കത്ത് 2 പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ, വെള്ളൂർ, തലോലപ്പറമ്പ് പഞ്ചായത്തുകളിലൂടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ചന്തപ്പാലം വടയാർ മുളക്കുളം റോഡിൻ്റെ നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന തടസ്സം നീക്കുന്നതിന് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഈ സബ്മിഷൻ. സാർ, വിവരണാതീതമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന 2 പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് സാർ ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്. സാർ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി സഭയിൽ ഏതായാലും നാടകീയ വിഷയങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിയത്. പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം കടുത്ത രീതിയിൽ സംസാരിക്കുകയായിരുന്നു. തിരിച്ച് പ്രതിപക്ഷവും കടുത്ത രീതിയിൽ സഭയ്ക്കുള്ളിൽ നടുത്തളത്തിലിറങ്ങി ബാനർ പിടിച്ച് പ്രതിഷേധം നടത്തുകയായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഈ വിഷയത്തിൽ ആരോപണം അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പത്തിൽ മന്ത്രി ജലീൽ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗർഭം അലസിപ്പിച്ചവർ പുറത്തു കടക്കുക, ആ പാർട്ടിയിലുള്ളവർ പുറത്തു പോവുക എന്ന രീതിയിലൊക്കെ ജലീലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ളൊരു നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ സഭയ്ക്കുള്ളിൽ ഉണ്ടായത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസടക്കം സഭയിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആരാണോ കൊണ്ടുപോയത് അവരാണ് കള്ളന്മാർ എന്ന രീതിയിൽ എന്തായാലും വി ശിവൻകുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു.